എൻ്റെ സ്കൂട്ടറിൻ്റെ സ്ലോ സ്പീഡ് ഭയങ്കര കുറവാട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടി ആക്സിലേറ്ററിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐഡിയൽ സ്പീഡിൽ വണ്ടി നിൽക്കത്തില്ല. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി ഓഫായി പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് സെറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് എൻ്റെ സ്കൂട്ടർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്കൂട്ടറാണ്. ഏകദേശം ഒരു 15 വർഷം തന്നെ പഴക്കം ഓവറായിട്ടുള്ള ഒരു സ്കൂട്ടറാട്ടോ. അപ്പോൾ സ്കൂട്ടറിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാതെയൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് എറണാകുളത്ത് നിന്ന് വന്ന സമയത്ത് വണ്ടി എനിക്ക് ചില സമയത്തൊക്കെ വണ്ടി നിർത്തി ഫോണൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ നോക്കാൻ നേരത്തെ വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ ഞാൻ ഐഡിയൽ സ്പീഡിൽ നിർത്താൻ നോക്കുമ്പോൾ വണ്ടി ഓഫായി പോകണേ കേട്ടോ. പിന്നെ റണ്ണിങ്ങിലാണെങ്കിൽ കൂടെ ഒരു ട്രാഫിക്കിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവും ഞാൻ ഓഫ് ചെയ്യാതെ. അപ്പോൾ ഇതിൻ്റെ സ്ലോ സ്പീഡ് വളരെ കുറവാട്ടോ വണ്ടിയുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ചെറിയ പരിപാടികളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വർക്ക്ഷോപ്പിൽ ചേട്ടന്മാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ട് രാജേഷ് ചേട്ടൻ, പിന്നെ അതേപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. രാജേഷ് ചേട്ടൻ നമ്മുടെ ഓട്ടോ പണിയണ വർക്ക്ഷോപ്പിലെ ചേട്ടനാട്ടാ. ആളെ നമുക്കൊരു ബ്രദറിനെ പോലെയാണ്. അപ്പോൾ പുള്ളി എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. പിന്നെ പുള്ളി നമ്മുടെ ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഡീസൽ അല്ലാതെ പെട്രോൾ ഓട്ടോറിക്ഷയും ഉള്ളതുകൊണ്ട് പെട്രോളിന് കാർബറേറ്ററാണ് വന്നത്. അപ്പോൾ ഇവർക്ക് അതൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ആളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പറ്റണ രീതിയിൽ ഞാൻ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വണ്ടിയും അത് അഴിച്ച് പണിയണതും കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തത് ഈ സ്ഥലത്ത് നിന്നാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പുറകെ കാണുന്ന പ്ലാവിൽ മൊത്തം ചക്ക ഉണ്ടാക്കി കിടക്കുന്ന കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്ന് വെട്ടൊടിക്കേണ്ടി ചെറുതായിട്ട് മൊത്തം ചക്ക കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് JCBയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്കൂട്ടർ. ഏകദേശം നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് ഈ സ്കൂട്ടറാണ്. നമ്മൾ പണ്ടൊക്കെ ചെയ്ത വ്ളോഗിൽ എൻ്റെ സ്കൂട്ടർ ഹോണ്ട ഏവിയേറ്റർ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ അനിയൻ യൂസ് ചെയ്യാനാണ്. ഇത് ഞാൻ മാരേജ് കഴിഞ്ഞ സമയത്ത് ഒരെണ്ണം സെക്കൻഡ് ഹാൻഡ് എടുത്ത് ആക്റ്റീവ് കേട്ടോ. ഇതിന് ഏകദേശം ഇപ്പോൾ ഒരു 14.5 വർഷം പഴക്കമുണ്ട് കേട്ടോ വണ്ടിക്ക് എഞ്ചിൻ ഭാഗത്തിന് വേറൊരു കംപ്ലൈൻറ്റും ഇല്ല. ഏകദേശം നല്ല കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ സ്ലോ സ്പീഡ് ഐഡിയൽ സ്പീഡിൽ നിൽക്കണില്ല, വണ്ടി ഓഫായി പോകും. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലോ സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ ഞാൻ ആക്ച്വലി മെക്കാനിക്കൊന്നും അല്ല, നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാണ് പഠിച്ചേക്കണം. പിന്നെ നമുക്ക് മെക്കാനിക്സ് ആയ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിന് ആദ്യമേ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ സീറ്റ് ഇളക്കണം. സീറ്റ് ഇളക്കി ഇതിൻ്റെ അടിയിലാണ് എഞ്ചിൻ വന്നത്, ഇവിടെ താഴെയാണ് എഞ്ചിൻ വന്നത്. അപ്പോൾ ഈ സീറ്റ് ഊരണം കേട്ടോ ആദ്യം തന്നെ. അതിന് മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകുന്നതിന്. അത് റണ്ണിങ്ങിലാണെങ്കിൽ കൂടെ നമ്മളൊരു ബ്ലോക്കിൽ കൂടെയൊക്കെ പോകണമെങ്കിൽ ഹെവി ട്രാഫിക്കിൽ കൂടെയൊക്കെ പോകണമെങ്കിൽ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവും. അത് നമുക്കപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി തനിയെ ഓഫായി പോകണത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ കൈ വിട്ട് കഴിഞ്ഞപ്പോൾ വണ്ടി ഓഫ് ആയി. ഒന്നും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ കൈ വിടാൻ പോണേ. കൈ വിടുമ്പോൾ വണ്ടി ഓഫായി. ഇതായിട്ട് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഈ താഴ്ഭാഗത്ത് വന്നുകൊണ്ട് തന്നെ ഈ സീറ്റ് ആദ്യം തന്നെ ഇളക്കണം കേട്ടോ. അപ്പോൾ സീറ്റ് ഇളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് തുറന്നിട്ട് ആദ്യം തന്നെ ഇവിടെ കാണുന്ന 2 സ്ക്രൂ, അതേപോലെ ഈ 2 സ്ക്രൂ, ഇത് നട്ടാട്ടോ തന്നെ. പിന്നെ ഇവിടെ ഇതും കൂടെ ഊരണം. ഈ 2 എണ്ണം ഊരേണ്ട ആവശ്യമില്ല. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറയ്ക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെയുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ പോകണം. വണ്ടിയിൽ കുറച്ച് ടൂൾസ് ഹോണ്ട തന്നെ പ്രൊവൈഡ് ചെയ്യണ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിട്ട് തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ ഈ വണ്ടി ആദ്യമായിട്ടാണ് അഴിക്കണത്. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ടുണ്ടാവും ഈ വണ്ടിയുടെ കാർബറേറ്റർ ഈ എൻജിൻ ഭാഗമൊക്കെ അഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നട്ടൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കണേ കേട്ടോ.
പിന്നെ ഇനി നമുക്ക് താഴെ അഴിക്കേണ്ടത് ഇവിടെ നടുക്കുകയാണ് കേട്ടോ. ഈ സൈഡിലുള്ളത് അഴിക്കരുത്, നടുക്കുകയാണത്. അഴിക്കാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു. അത് ഒഴിച്ചിട്ടോ വേണ്ട. ഇനി ഈ ബോക്സ് അടക്കുക ഉണ്ട്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങിക്കും. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കാറിലൊക്കെ ഉള്ള പോലെ തന്നെ ബോണറ്റ് പൊക്കി വെക്കണ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് ഇവിടെ പൊക്കത്തായിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിലോട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ സ്കൂട്ടറിന്റെ എഞ്ചിൻ മൊത്തം പൊടിയും അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്ന കേട്ടോ. മൊത്തം ഉണ്ടോ, ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. വെറുതെ മൈന്യൂട്ടായിട്ടുള്ളു, വലിയ ഓയിൽ ലീക്കൊന്നും പറയാൻ പറ്റില്ല. പാക്കിങ്ങിന്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് പോകണതാണ്. പിന്നെ അത് ഇത്ര വർഷമായ വണ്ടിയാണ്. വേറെ കാര്യമായിട്ട് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, പൊടിയാണ് മൊത്തമായിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബൈക്കാണെങ്കിൽ ഇത്രയും പൊടി ഉണ്ടാകത്തില്ല. ബൈക്കിൻ്റെ എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഇടയ്ക്കൊക്കെ തുടക്കാൻ പറ്റും. ഇത് തുടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ വന്നത്. ഇതേ ഈ കാണാം കേട്ടോ. അപ്പോൾ കാർബറേറ്ററിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 സ്ക്രൂവാണ് ഉള്ളത്. സ്ക്രൂ കാണാൻ പറ്റൂല അല്ലേ? സ്ക്രൂ ഞാൻ കാണിച്ചു തരാം. സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ 2 സ്ക്രൂ കൊടുക്കുന്നുണ്ടോ. ഇവിടെ ഈ ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രൂവും ഈ ഒരു സ്ക്രൂ, ഇതാണ് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ആണ്. ഒരു സ്പ്രിങ്ങുള്ള സ്ക്രൂ. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ ഇത് അഡ്ജസ്റ്റ് ചെയ്യണ സ്ക്രൂ കേട്ടോ. അതിൽ കിടന്ന് അധികം പണിത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജിനെയൊക്കെ ബാധിക്കട്ടെ. നമുക്ക് സ്ലോ സ്പീഡാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന സ്ക്രൂ ഉണ്ടോ, ആ സ്ക്രൂ കേട്ടോ നമുക്ക് ഒരു പ്ലസ് സ്ക്രൂ ആണ്. അതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ വണ്ടി നിലവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് ഓഫായി പോണേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കൈവിട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അത് റൈറ്റ് സൈഡിലോട്ട് ഒരു തിരി തിരിച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണേ കേട്ടോ. സ്ക്രൂ ഞാനിപ്പോൾ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോണേ കേട്ടോ. വണ്ടി സ്റ്റാർട്ടായി. സ്ലോ സ്പീഡ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ തിരിച്ചു കൊടുക്കാം. വണ്ടി തനിയെ ഓഫ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ വണ്ടി സ്ലോ സ്പീഡ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കണേ. എന്നിട്ടും ഓഫായി പോകണേ കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ സ്ലോ സ്പീഡ് വണ്ടിയുടെ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടും കൂടെ ഒന്ന് സ്ലോ സ്പീഡ് നോക്കും. ഹെഡ്ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കണയാണോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ വണ്ടി ഓഫായി പോകണ്ടെന്നും കൂടെ നോക്കും. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റ് പ്രോപ്പറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്ലോ സ്പീഡ് ഏകദേശം കറക്റ്റാണ്. വണ്ടി ഇപ്പോൾ ഓഫായി പോകണില്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ജസ്റ്റ് സ്ലോ സ്പീഡ് കുറച്ച് നോക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഞാനൊരു പൊടിക്കൊന്നും കൂടെ സ്ലോ സ്പീഡ് കുറച്ച് നോക്കണതാണ്. ഇപ്പോൾ വണ്ടി ഏകദേശം ഐഡലിങ്ങിൽ പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ സ്ലോ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി തുറന്ന പോലെ തന്നെ ഈ ബാക്കിലത്തെ സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ അടച്ചു വെക്കുക കേട്ടോ. ആ ഡിക്കി പൊക്കി ഈ സാധനം സീറ്റ് പൊക്കി വെക്കണ കമ്പി ആ കാണുന്ന മേളിൽ കാണുന്ന ഹോളിലായിരുന്നു കേട്ടോ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പം ഞാൻ ആ കമ്പി ഈ കാണുന്നതാണ് ആ കമ്പി. ഈ കമ്പി ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടക്കാം കേട്ടോ. ബാക്ക് താത്തി പയ്യെ വെക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് താത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് തുറന്നിട്ട് ഇനി ബാക്കി സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്.
ഞാനപ്പോൾ നേരത്തെ നമ്മുടെ സീറ്റ് പൊക്കി വെച്ചേക്കണായിരുന്നു, അതിപ്പോൾ ഞാൻ താത്തിയിട്ട് നട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ 3 നട്ട് മാത്രം അഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഇതഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ആക്റ്റീവ വണ്ടി പൊക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഞാൻ സ്ക്രൂ ഒക്കെ മുറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ സീറ്റൊക്കെ അടച്ചിട്ട് നമുക്ക് വണ്ടി ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പോൾ ഇനീഷ്യലി ഐഡിയൽ സ്പീഡിൽ വണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ കാർബറേറ്ററിൽ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഇത് വണ്ടി ഓഫായി പോണ വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി പ്രോപ്പറാണ്. കൈ ആക്സിലേറ്റർ കൊടുത്തിട്ട് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓഫൊന്നും ആവണില്ല. സ്ലോ സ്പീഡ് കറക്റ്റ് ആട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ മെക്കാനിക് ആയിട്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഒന്ന് കഴുകണം കേട്ടോ. വണ്ടി മേടിച്ചിട്ട് ഇതുവരെ കഴിയിട്ടില്ല. അപ്പോൾ അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കഴുകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്ലോ സ്പീഡൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി പക്കയായിട്ടുണ്ട് കേട്ടോ. സ്ലോ സ്പീഡ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി ഓഫായി പോകണതുകൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. ട്രാഫിക്കിൽ കൂടെയൊക്കെ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ, ട്രാഫിക്കിൽ കൂടെ മാത്രമല്ല നമ്മുടെ എസ്റ്റേറ്റ് റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ എസ്റ്റേറ്റ് റോഡിൽ കൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് കൂടെ ഓഫ് ആവണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ വണ്ടി. ഇവന് ഏകദേശം 14.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇവൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ ടെസ്റ്റ് നടത്തണം അല്ലെങ്കിൽ വണ്ടി കൊടുക്കണമെന്ന് കേട്ടോ ഞാൻ ആലോചിക്കണം. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. വണ്ടി നല്ല വണ്ടിയാണ്. വേറെ എഞ്ചിൻ ഭാഗത്തൊന്നും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. സ്മൂത്താണ്. അത്യാവശ്യം ആവറേജ് മൈലേജൊക്കെ ഉണ്ട്. നമുക്ക് ഒരു സ്കൂട്ടറിൻ്റെ എല്ലാ പർപ്പസും ഇവനിപ്പോഴും മീറ്റ് ചെയ്യണ്ട കേട്ടോ. ഈ വണ്ടി ഇത്രയും 15 വർഷമായിട്ടുണ്ടെങ്കിൽ ഏകദേശം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ കേട്ടോ നിങ്ങൾ കണ്ടത്. കൂട്ടുകാരെ ഞാനപ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ വേർത്ത് പോയിട്ടോ. സ്കൂട്ടറിൻ്റെ കാർബറേറ്റർ അഡ്ജസ്റ്റ് ചെയ്താട്ടോ. അഡ്ജസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങൾ കണ്ടത്. സ്കൂട്ടർ സാധാരണ എഞ്ചിൻ താഴെ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പുകളായിട്ട് ആശ്രയിക്കുന്നത്. ഇത് നമുക്ക് തന്നെ ചെയ്യാനുള്ള ആകെ 3-4 സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പരിപാടി ആട്ടോ. വണ്ടിയുടെ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണത് മിക്ക സ്കൂട്ടർ ഓടിക്കണമായിരിക്കും ഉള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. വണ്ടി റണ്ണിങ്ങിലൊക്കെ ഓഫായി പോകുന്നത്, ട്രാഫിക്കിൽ നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫായി പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഒരു എന്താ പറയുക നല്ലൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ സ്പീഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ബാക്കിൽ വേറെ വണ്ടി ഉണ്ടാവും. നമ്മൾ പിന്നെ എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. പിന്നെ അപ്പോൾ ബാക്കിൽ വണ്ടി വന്ന് ഇടിക്കും. അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെയുള്ള ഏതെങ്കിലും സ്കൂട്ടറൊക്കെ യൂസ് ചെയ്യണ ആൾക്കാർക്ക് പൈസ ഇല്ല വർക്ക്ഷോപ്പിൽ പോകാൻ, സ്വയം ഫിക്സ് ചെയ്യാൻ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.